വെറുതെ കിട്ടിയാൽ പോലും ഈ ഒരു മീൻ വാങ്ങി കഴിക്കരുത്. അഥവാ അറിയാതെ എങ്ങാനും ഒരു മീൻ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ വായന തുപ്പിക്കളഞ്ഞേക്കണം. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള മീനാണ്. ഞാൻ മീൻ ബിസിനസ് ചെയ്യുന്ന ആൾ തന്നെയാണ്. ഞാൻ ഈ ഒരു വോയിസ് ചെയ്യുമ്പോൾ എനിക്കത് എൻ്റെ ബിസിനസ്സിനും കൂടെ അത് ബാധിക്കും. എന്നാലും ഞാനൊരു വോയിസ് ചെയ്യാനുള്ള കാരണം, വീഡിയോ ചെയ്യാനുള്ള കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് മാത്രമാണ് ഞാൻ അത്ര റിസ്ക് എടുത്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണണം, കേൾക്കണം, എന്നാലും അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കേട്ടാൽ മാത്രം പോലെ കാണുകയും ചെയ്യണം, എന്നാലും അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഈ ഒരു മീന് പ്ലാസ്റ്റിക് വീങ്ങിയതാണ് നമ്മളത് വലിച്ചെടുത്ത് കാണിച്ചത്. ഇപ്പോൾ ഈ കണ്ട ഈ കറുപ്പ് പ്ലാസ്റ്റിക്കാണിത്. നമ്മൾ മീനിൻ്റെ വയറ്റിനകത്ത് നമ്മൾ കുത്തിത്തിരിക്കി വെച്ചതല്ല. മീൻ വിഴുങ്ങിയിട്ട് അത് ദ്രവിച്ചിട്ടത് പുറത്തേക്ക് ഇറങ്ങി പോരുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടുള്ളത്. മീനിൻ്റെ വയറ്റിനകത്ത് നിന്ന് ഇനിയും നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഒരു മീനും നമുക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ പോലും ഒരു മീൻ നമ്മൾ വാങ്ങി കഴിക്കരുത്. നമുക്ക് മീനില്ലാതെ വെറും ചോറും ഉപ്പും മുളകും കൂട്ടി തിന്നാൽ പോലും ഈ ഒരു മീൻ നമ്മൾ എന്ത് ചെയ്യരുത്, വാങ്ങി തിന്നരുത്. അത്രയും പ്രശ്നക്കാരായിട്ടുള്ള മീനാണ്. സാധാരണ ഈ ഒരു മീൻ വാങ്ങി തിന്നുമ്പോൾ തന്നെ ചേറുചോവായിരിക്കും, നമുക്ക് ആർക്കും പറ്റില്ല, ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു മീനാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലും ചൈനയിലും മാത്രം ഈ ഒരു മീൻ ഇപ്പം നമുക്ക് അവൈലബിൾ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. മറ്റുള്ള നാട്ടിലേക്ക് ഒരു മീൻ ബാൻ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലേക്ക് ഈ ഒരു മീൻ ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു മീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരെ വരാം, പ്ലാസ്റ്റിക്കുകളൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെന്നുള്ളൊരു കമൻ്റൊക്കെ ഞാൻ കുറേ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നതിന് എൻ്റെ ചാനലിൽ ഒരുപാട് ആൾ കമൻറ്റ് ഇട്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, കേരളത്തിൽ കിട്ടുന്ന കാര്യം മൂന്നാമത്തെ കാലത്ത് ഓർമ്മയില്ല. കേരളത്തിൽ ഈ ഒരു മീൻ വളർത്തുന്നുണ്ട്, ഒരുപാട് ആളുകൾ വളർത്തുന്നുണ്ട്. അത് നല്ല ഫുഡ് കൊടുത്ത് വളർത്തുന്നതാണ്. ആ ഒരു മീൻ നമുക്ക് കണ്ണും ചിമ്പി ധൈര്യമായിട്ട് നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ ആ ഒരു മീൻ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കണ്ട ആ ഒരു മീനിൻ്റെ വയറ്റിനകത്ത് നിന്നുള്ള കച്ചറയാണ് നമ്മൾ എടുക്കുന്നത്. വയറ്റിനകത്ത് കിട്ടിയില്ലാണ് നമുക്ക് ഈ കാണുന്നത്. ഇത് ഫുള്ള് പ്ലാസ്റ്റിക് കവറാണിത്, ഫുള്ള് പ്ലാസ്റ്റിക് കവറാണിത്. ദ്രവിച്ചതാണ്. അതായത് ഈ മീൻ ഫാമിങ് ചെയ്യുന്ന ആ ഒരു വെള്ളത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഉപയോഗിച്ചപ്പം അതായത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കച്ചറയിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടുള്ള സംഭവമാണ് ഈ കാണുന്നത്. ആദ്യം നമ്മൾ കുറച്ച് വലിച്ചൂരി നമ്മളെടുത്ത് കളഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ കിട്ടിയാൽ പോലും ഒരു മീൻ വാങ്ങി കഴിക്കരുത്. അത്രയും ഡേഞ്ചറായിട്ടുള്ള മീനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ചില മീനുകൾ ഇത് കണ്ട ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കഴിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ചില മീനിൻ്റെ വയറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു ഫുള്ള് പ്രോസസ്സിങ്ങും നടന്നു പോകും. നമ്മളത് അറിയില്ല, നമ്മളത് അറിയാതെ നമ്മൾ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു മീൻ നമുക്ക് കഴിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞത്. എനിക്ക് ഞാൻ ഇതേപോലത്തെ വോയിസ് ഇടുമ്പോൾ എൻ്റെ ബിസിനസ്സും കൂടെ ശരിക്കും ബാധിക്കും. ഞാൻ മിണ്ടാതെ നിൽക്കുകയാണ് ശരിക്കും വേണ്ടത്. മലയാളികൾക്ക് അറിഞ്ഞോട്ടെ എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് മാത്രം ഇടുന്ന വോയിസാണ്. ഇന്ത്യക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് കാണിച്ചു കൊടുത്തിട്ടും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചെറുപ്പം മുതൽ ഈ ഒരു മീൻ കഴിച്ചിട്ട് വളർന്നുള്ള ആളുകളാണ്. നമുക്ക് മദ്യം അതിൽ നമുക്ക് എങ്ങനെ, അതേപോലെ തന്നെ അവർക്ക് ഈ ഒരു മീനൊക്കെ ആദ്യം മുതലേ കഴിച്ചു വളർന്ന ആളുകളാണ്. അവർക്ക് എന്ത് പറഞ്ഞാലും ഇന്ത്യയിലേക്ക് കേൾക്കില്ല. കേരളത്തിൽ വളർത്തിയ മീനുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി കഴിക്കാൻ പറ്റും. ഞാൻ അതിന് മുമ്പ് ഞാൻ അതേപോലത്തെ ഒരു വീഡിയോ ഇട്ടപ്പം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ മാതിരി മീനിൻ്റെ ഫുഡ് പിന്നെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കൊടുക്കാൻ പറ്റുമെന്നുള്ള തമാശ രീതി ചോദിച്ചെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മീൻ നമ്മൾ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കൊടുത്തില്ലെങ്കിലും നല്ല ഫുഡ് കൊടുത്ത് വളർത്തുന്ന ആളുകളാണ് നമ്മൾ കേരളത്തിലുള്ള ആളുകൾ. കുറച്ചൊക്കെ ഒരു ദൈവപേടിയുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നല്ല ഫുഡൊക്കെ കൊടുത്തിട്ട് വളർത്തുന്നത്. ആളുകളെ ശരീരം കേടുത്തുന്ന രീതിയിൽ വളർത്തുന്ന ആളുകളെല്ലാം കേരളത്തിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു മീൻ. പക്ഷേ കേരളത്തിൽ നമുക്ക് ഈ ഒരു മീൻ കിട്ടുന്നത് അധികം പുറംനാട്ടിൽ നിന്ന് വരുന്നതാണ്. അത് ഈ ഒരു ബാച്ചിലുള്ള മീൻ തന്നെ ആയിരിക്കുള്ളൂ. കേരളത്തിൽ കിട്ടുന്ന മീൻ വളരെ കുറവായിട്ടാണ് കേരളത്തിൽ ഒരു മീൻ കിട്ടാനുള്ളത്. ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ടൊക്കെ ഇത് ഫാമിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വോയിസ് ഫുള്ളായിട്ട് ശരിക്കും കേട്ടിട്ട് മനസ്സിലാക്കുക. ഞാൻ ഈ മീൻ കഴിക്കുന്നവരെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. കഴിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കഴിക്കാതിരിക്കാൻ പറ്റുമോ നോക്കുക.